ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് പറഞ്ഞത്. മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് ലിവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് ലിവർ നമുക്ക് ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും 2 ബ്രേക്ക് കേബിൾ വന്നായതുകൊണ്ട് ഒരു അല്പം പ്ലേ ഉണ്ടാവും കേട്ടോ. ഇത് പൊടിക്ക് കൂടുതലുണ്ട്, പക്ഷേ എന്നാൽ പോലും നമ്മൾ പുതിയ ലിവർ മാറ്റിയിട്ടാലും ചെറിയൊരു പ്ലേ കാണിക്കും. മോർണിംഗിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നമുക്ക് മെയിനായിട്ട് പ്രോബ്ലം വന്നേക്കുന്നത് വെച്ചാൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അതായത് കാർബറേറ്ററിനകത്ത് തന്നെ ഈ ജെറ്റ് ഇത് ചെയ്യുന്ന സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. കാർബറേറ്റർ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തേക്കണതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം കാർബണും കാര്യങ്ങളും ആ ജെറ്റുകളൊക്കെ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും മാറ്റി പുതിയത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പ്ലഗ് ഒന്നും ഒറിജിനൽ അല്ല, അപ്പോൾ അത് മാറ്റി കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ തന്നെ ഇട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വണ്ടിയുടെ ഓക്കെയാണ്. പിന്നെ കുറേ നേരം ഇരിക്കുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. രാവിലെ അല്ലെങ്കിൽ വണ്ടി ഓടി കൊണ്ടുവന്ന് വെച്ച് കുറേ നേരം വണ്ടി എൻജിൻ തണുത്ത് കഴിയുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. വർക്ക് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സപ്പിൽ തരാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ആ കംപ്ലയിൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ നോക്കിയേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം.